സെൽഫ് ഹെൽപ്പ് ബുക്കുകളെ കുറിച്ച് കേട്ടിട്ടില്ലേ? എങ്ങനെയാണ് ഹൗ ടു ബുക്സ് ഇല്ലേ, ഹൗ ടു ബി എ ഗുഡ് സംതിങ് എന്ന് പറഞ്ഞിട്ട് വരുന്ന ബുക്സ്. അതിൽ കാറ്റഗറിയിൽ വരുന്ന കുറച്ച് വായിക്കാൻ സുഖമുള്ള ബിഗിനേഴ്സിനും വായിക്കാൻ പറ്റുന്ന കുറച്ച് ബുക്സ് നമുക്ക് നോക്കാം. ഒന്ന് അറ്റോമിക് ഹാബിറ്റ്സ് ആണ്. ഇതിൻ്റെ മലയാളവും ഇംഗ്ലീഷും അവൈലബിൾ ആണ്. നിങ്ങൾക്ക് നല്ല നല്ല ഹാബിറ്റ്സ് എങ്ങനെ ബിൽഡപ്പ് ചെയ്യാമെന്നാണ് ഈ പുസ്തകം പറയുന്നത്. പിന്നെയുള്ളത് ഇക്കിഗായി ആണ്, ഒരു ജാപ്പനീസ് വേ ഓഫ് ലിവിംഗ് ആണ്. ഇതിൻ്റെ മലയാളവും ഇംഗ്ലീഷും അവൈലബിൾ ആണ്. ഇതിനകത്ത് ജപ്പാൻകാർ ഉപയോഗിച്ചിരിക്കുന്ന ഒരു ജീവിത ടെക്നിക്കുകളാണ്, അവരുടെ ഓരോ ടെക്നിക്സ് ആണ് പറയുന്നത്. ചെറിയ പുസ്തകമാണ്, വായിക്കാൻ വളരെ എളുപ്പമുള്ള പുസ്തകമാണ്. നിങ്ങൾ പിന്നെ അബ്ദുൽ കലാമിൻ്റെ വിങ്സ് ഓഫ് ഫയർ, അഗ്നിച്ചിറകുകൾ എന്ന് മലയാളത്തിൽ പറയും. അത് വായിച്ചിട്ടില്ലെങ്കിൽ അത് ട്രൈ ചെയ്യുക, നല്ല പുസ്തകമാണ്. പൗലോ കൊയ്ലോയുടെ ആൽക്കമിസ്റ്റ് ഈ ലിസ്റ്റിൽ ഉൾപ്പെടുത്താവുന്ന ഒരു നല്ല പുസ്തകമാണ്. നിങ്ങൾ വായിച്ചിട്ടില്ലെങ്കിൽ ട്രൈ ചെയ്യാവുന്ന മറ്റൊരു പുസ്തകം ദ സീക്രട്ട് എന്ന് പറഞ്ഞ ബുക്കാണ്. റോണ്ട ബൈൻ്റെ സീക്രട്ട് എന്ന് പറഞ്ഞ ബുക്ക് മലയാളവും ഇംഗ്ലീഷും അവൈലബിൾ ആണ്. പിന്നെ എനിക്ക് കാറ്റഗറിയിൽ ഇഷ്ടമുള്ള ഒരു ഓത്തർ റോബിൻ ശർമ്മയാണ്. റോബിൻ ശർമ്മയുടെ കുറച്ച് ബുക്സ് ഉണ്ട്. ദ മങ്ക് ഹൂ സോൾഡ് ഹിസ് ഫെറാറി, 5 AM ക്ലബ്ബ്, പിന്നെ അങ്ങനെ കുറച്ച് ബുക്സ് ഉണ്ട് റോബിൻ ശർമ്മയുടെ. അതൊക്കെയും ഈ ടൈപ്പ് റീഡിങ്ങിന് നല്ലതാണ്. സെൽഫ് ഹെൽപ്പ് ബുക്കുകളിൽ ഏറ്റവും ഞാൻ റീസെൻ്റായി വായിച്ചതും അല്ലെങ്കിൽ ഈ ഒരു ലിസ്റ്റിൽ ഏറ്റവും മുകളിൽ വയ്ക്കാവുന്നതുമായിട്ടുള്ള എൻ്റെ സജഷൻ എന്ന് പറയുന്നത് ഒന്ന് ദ 4 Agreements എന്ന് പറഞ്ഞ ബുക്കാണ്. പിന്നെ ഒന്ന് ദ ജേർണി എന്ന് പറഞ്ഞ പുസ്തകമാണ്. ഇതിൻ്റെ എല്ലാം ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഓരോ ബുക്കിൻ്റെയും റിവ്യൂ എൻ്റെ യൂട്യൂബ് ചാനലിലുണ്ട്, ലിങ്ക് ബയോയിലുണ്ട്.